ഇന്നൊരു കുഞ്ഞി പാലൈസ് ഉണ്ടാക്കിയ വീഡിയോൻ്റെ വ്ളോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ചെറിയ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചതാണ്. പക്ഷെ വിചാരിച്ച പോലെ വന്നില്ല, പൊട്ടി പാലൈസായിപ്പോയി. പക്ഷെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ പാലൈസ് എന്ന് പറയുമ്പോൾ എന്താ, കോയില് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലത്തെ ഈ മോൾഡ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ കറക്റ്റ് കിട്ടിയില്ല. പിന്നെ വീഡിയോ മിസ്സാക്കാൻ തോന്നിയില്ല. അപ്പോൾ ഏതായാലും വീഡിയോ കണ്ടു നോക്കാം. പിന്നെ മറന്നു, ചെറിയൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോന്. സാധാരണത്തെ പോലെയല്ല, ഫേസ് ടു ഫേസ് ഇൻട്രാക്ട് ചെയ്ത് ഇൻട്രോ പറഞ്ഞിട്ടായിരുന്നു തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ തോന്നുന്നുണ്ട് പതിവില്ലാത്ത ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് കൊളായത്. അപ്പോൾ ഏതായാലും ഇൻട്രോ മുതൽ തന്നെ കണ്ടു നോക്കാം. ഓക്കെ, ഹായ് ഡി ഫ്രണ്ട്സ്, എന്തൊരു വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഒന്ന് ഞാൻ റെസിപ്പി വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തത്, അതായത് നമ്മളൊക്കെ ഫേവറേറ്റ് ആയിട്ടില്ലേ, കുട്ടികൾക്കും വലിയ ആൾക്കും. അതായത് നമ്മുടെ പാലൈസും അതുപോലെ തന്നെ ചോക്കോബാറിൻ്റെ റെസിപ്പിയാണ്. വെരി സിമ്പിളാണ്. നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു കുഞ്ഞ് സർപ്രൈസും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കില്ലെന്ന് എല്ലാവരും വീട്ടിൽ. അപ്പോൾ എന്താ പറയുക, അപ്പം ഐസും പാലൈസും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും കൂടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചങ്ങായിമാർക്കും കൂടി ഇത് എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഇന്നത്തെ പോലെ കുഞ്ഞ റിക്വസ്റ്റ് ഉണ്ട്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണാം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പാലൈസ് ആക്കാനുള്ള മോൾഡെല്ലാം കഴുകി തുടച്ച് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്ത് വെച്ച് ഷെൽഫിന്ന്. അപ്പോൾ 2 ഗ്ലാസ് പാലിലാക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ 2 ഗ്ലാസ് പാലെടുത്ത് അതൊന്ന് തിളപ്പിക്കണേനി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മെത്തേഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. നമ്മുടെ പാലൈസും നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം അത് മോൾഡിൽ നിന്ന് ഇളകി വന്നില്ല. ആ ഒറ്റൊരു കാരണം കൊണ്ടാണ് നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടാതിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡും കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ പാലിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഐസായതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. പടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. മീഡിയത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഇതൊരു ബൗളിൽ ഞാൻ ഒരു 2 സ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. പാൽപ്പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പാലൈസിന്. അതുപോലെ തന്നെ 2 സ്പൂൺ ഫുള്ളില്ല, ഒരു 1.5 സ്പൂൺ വരെ കോൺഫ്ലോർ. അതുപോലെ തന്നെ ഒരു 2-3 സ്പൂൺ പാല്, അതായത് ഈ പൗഡർ രണ്ടും മിക്സ് ആവുന്ന അത്ര പാല് കുറച്ച് അതിട്ട് നന്നായി ഒന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന്, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാൽ ഏകദേശം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച പാൽപ്പൊടിയും കോൺഫ്ലവർ വാനില എസൻസിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ തീ അല്പം കുറക്കുന്നതായിരിക്കും നല്ലത്. ഈ മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഏകദേശം കുറുകി വരുന്നവരിങ്ങനെ ഇളക്കുക. നന്നായി കട്ടിയാവേണ്ട ആവശ്യമില്ല, നമ്മുടെ കസ്റ്റാർഡിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് നടിച്ചെടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ചൂടാറുന്നത് വരെ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഈ അച്ചിൽ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ ഗ്ലാസ്സിലും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊഴിച്ച് വെച്ചതിനാണ് കുറച്ചൊരു പ്രോബ്ലം. അപ്പം 2-3 ഊരിയെടുത്ത് കിട്ടിയതുമില്ല, പിന്നെ കിട്ടിയതൊക്കെ അടിയിൽ കുറച്ച് ബാക്കിയായി, പകുതിയായിരുന്നു കിട്ടിയത്. അതായിരുന്നു പ്രശ്നം മെയിനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ രാത്രിയാണ് ഇത് ഫില്ല് ചെയ്ത് വെക്കുന്നത്. കാരണം നമുക്കൊരു 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വേണമല്ലോ നോർമലി ഒരു ഐസായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഐസിങ്ങനെ മോൾഡിലിട്ട് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കോല് കുത്തി വെച്ചാൽ തന്നെ അപ്പാടെ അങ്ങനെ ഊരിയെടുക്കാൻ പാടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാനിത് കുറച്ച് വെള്ളമാക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്.
അപ്പം ഐസ് അവിടെ ഇളകാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പം എനിക്ക് കുറച്ചുകൂടി ഒരു പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ചോക്ലേറ്റ് എടുക്കാമെന്ന് വിചാരിച്ച ഡാർക്ക് ചോക്ലേറ്റ്, പക്ഷേ അതെല്ലാം പിള്ളേർ തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അതെടുത്തൊന്ന് ഉരുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് സാധാ പാലൈസും പിന്നെ ബാക്കി നമ്മുടെ ചോക്കോ ബാർ പോലെ ഒരു കോട്ടിങ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നോർമൽ ചെയ്യും പോലെ തന്നെ വെള്ളം തിളപ്പിച്ച്, അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ബൗളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് വെച്ച് നലിയിച്ചെടുക്കലാണ്. അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ കുറച്ച് മുമ്പേ ബ്രൗൺ ചോക്ലേറ്റ് ആരോ തിന്ന് തീർത്തിട്ടുണ്ട്, അതാണ് ഇത് വൈറ്റ് കിട്ടാൻ കാരണം. അപ്പോൾ ഇതിൽ തന്നെ ഫുള്ള് നട്ട്സ് ഉണ്ട്. അപ്പോൾ നട്ട്സ് എല്ലാം പറക്കി തിന്ന് ഇത് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആക്ച്വലി വൈറ്റാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കൊക്കോ പൊടിയും കൂടി ഇട്ട് അങ്ങനെ ഒത്തിരി സ്റ്റൈലാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഇതാ കോട്ടിങ് മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും. അപ്പോൾ ഇതെല്ലാം വെച്ച് പോയി നമ്മുടെ ഐസ് എടുത്ത് നോക്കിയപ്പോഴാണ് കിളി പോയി എന്ന് അറിയുന്നത്. ആക്ച്വലി ഒന്നും മുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നുമില്ല. പിന്നെ കണ്ടത് ഈ കാഴ്ചയാണ്. ഉരുക്കിയ ചോക്ലേറ്റ് ഒരു ബോളിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് പകുതിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഐസ്ക്രീം, അതും വെച്ച് ഇതാ ചോക്ലേറ്റിൽ മുക്കി നല്ല അടിപൊളിയായിട്ട് മക്കൾ എന്തായാലും കഴിച്ചു. അവർക്ക് എങ്ങനെ കൊടുത്താലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം മോളും മോനും കൂടി ബാക്കി ഇതിൽ നിന്ന് കിട്ടാത്തത് അവർ സ്പൂണിട്ട് തോണ്ടി തിന്നു. അതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ കിച്ചണിൽ കയറി കളിക്കുന്ന വീട്ടമ്മമാർക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റാറുള്ളൊരു അമളിയിൽ ഒന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് പലപ്പോഴായിട്ട് സംഭവിക്കലുണ്ട്. ചിലപ്പോൾ എന്താ പറയുക, ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ആവി കയറാൻ ഇപ്പുറം പോയിട്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ 2 മെസ്സേജ് നോക്കി വരുമ്പോഴേക്കും അത് ചട്ടി കത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്താ മെയിനായിട്ട് നോർമലി നമ്മളെ വീട്ടിലൊക്കെ സംഭവിക്കുന്നത് പാല് തിളച്ച് മറിയൽ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എല്ലാ വീട്ടിലും നടക്കുന്നതാണ്. അപ്പോൾ നോർമലി ഒരു യൂട്യൂബ് ചാനൽ നടത്തുമ്പോൾ ഇപ്പോൾ ഒരു പാലേസ് ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു 1/4 മണിക്കൂറേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇതൊരു ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഫൈനലൈസ് ചെയ്ത് എത്തിക്കണമെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെ ഇങ്ങനെയൊന്ന് ഫെയിലായാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് ഒരു ഫണ്ണി എന്നുള്ള നിലയിൽ പ്രസൻറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പൊട്ടിപ്പാളീസായ പാലേസിൻ്റെ വീഡിയോ. അപ്പോൾ നട്ടപ്പാതിരൊക്കെ ഏതായാലും കഷ്ടപ്പെട്ടിട്ട് എടുത്തതല്ല, അപ്പോൾ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് എടുക്കാം. പിന്നെ കുറേ ടൈമിൽ സ്പെൻഡ് ചെയ്ത് ഏതായാലും എടുത്തതല്ല, അപ്പം മിസ്സാക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ വേറെന്താ നിങ്ങളുടെ അടുത്ത് പറയാനില്ലേ? അപ്പോൾ ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മേത്താവിനൊന്നും പറയാനുണ്ടാ? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, നിങ്ങളുടെ ഫാമിലി എല്ലാം ഷെയർ ചെയ്യണേ. മേത്ത റൈസ് എങ്ങനെയുണ്ട്? അതിന് ഇഷ്ടപ്പെട്ടിനാ? അടിപൊളി. ശരിക്കും ശരിക്കും ഇതാക്കോ.